കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. ബി.ജെ.പി. കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ. അശ്വിനി. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. പാവപ്പെട്ട ജനതയാകെ വഞ്ചിക്കുന്ന ഒരു സർക്കാരെ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബി.ജെ.പി. ജയ് ജയ്. കടുത്ത കടലാക്രമണത്തിൽ കൃഷിവിളകളും ഭൂമിയും വീടുകളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു തീരദേശവാസികൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി ആവശ്യപ്പെട്ടു. ബി.ജെ.പി. കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ನೀವು ಅಲ್ಲಿ ಬಂದು ವಾಸ ಮಾಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಇವತ್ತು ನೀವು ಅಧಿಕಾರದ ಅಹಂಕಾರದಿಂದ ಅಧಿಕಾರವನ್ನು ಇಟ್ಟುಕೊಂಡು ನೀವು ದೊಡ್ಡ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿಕೊಂಡು ಓಡಾಡಲಿಕ್ಕೆ ಗಾಡಿನ ಇಟ್ಟುಕೊಂಡು ನಿಮ್ಮ ರೋಡಿಗೆ ಒಳ್ಳೆ ಟಾರನ್ನು ಹಾಕಿಕೊಂಡು ನೀವು ಸುಖ ಜೀವನ ಮಾಡ್ತಾ ಇರೋ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮನ್ನು ಗೆಲ್ಲಿಸಲಿಕ್ಕೆ ಬೇಕಾಗಿ ಓಟ್ ಹಾಕಿದಂತಹ ಮತದಾರರು ಯಾವ ರೀತಿ ಕಷ್ಟ ಅನುಭವಿಸ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನೀವು ಅವರೊಟ್ಟಿಗೆ ಬಂದು ಒಂದು ದಿವಸ ವಾಸ ಮಾಡಬೇಕು ಅಂತೇಳಿ ನಾನು ನಿಮಗೆ ಇಲ್ಲಿಂದ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ನಿಮಗೆ ಬಾಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಸುಲಭ. ಮಿಸ್ಟರ್ A.K. ಅಶ್ರಫ್, ನಿಮ್ಮ ಹತ್ರ ಒಂದು ಹೇಳಲಿಕ್ಕೆ ಇರುವಂಥದ್ದು, ನಿಮಗೆ ಬೇರೆ ಈ ಊರಲ್ಲಿ ನಡೀತಾ ಇರುವಂತಹ ವಿಷಯಗಳ ಬಗ್ಗೆ ನಿಮಗೆ ಮಾತಾಡಲಿಕ್ಕೆ ನಿಮಗೆ ಇಲ್ಲ. ಯಾವುದಾದ್ರೂ ಒಂದು ವರ್ಗೀಯ ವಿಷಯ ಬಂತು ಅಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕೆ ಬೇಗ ಸ್ಟೇಟ್ಮೆಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಆಗತ್ತೆ. ಈ ಕಡಲು, ಈ ಸಮುದ್ರದ ಕಿನಾರೆಯಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇರುವಂತಹ ಜನರು ಕಷ್ಟ ಅನುಭವಿಸಿದರೆ ಇದರ ಬಗ್ಗೆ ಯಾಕೆ ನೀವು ಗಮನ ಹರಿಸ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ನನಗೊಂದು ನಿಮ್ಮ ಮೇಲೆ ಸಂಶಯ ಬರ್ತಾ ಇರುವಂಥದ್ದು. ನೀವು ಪ್ರತಿ ಸಲ ಕೂಡ ಓಟಿಗೆ ನಿಲ್ಲುವಾಗ ಸುಳ್ಳು ಪೊಳ್ಳೆಗಳನ್ನು ಹೇಳಿ ಜನರನ್ನು ನಂಬಿಸಿ ಮೋಸ ಮಾಡಿ ನೀವು ಓಟನ್ನು ತಗೊಳ್ತೀರಿ. ಓಟು ತೆಗೆದ ನಂತರ ಆ ಭಾಗಕ್ಕೆ ತಿರುಗಿ ಬರುವುದಿಲ್ಲ. ಈ ಕೇಂದ್ರ ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಂತದ್ದು ಹೇಳುವಂಥದ್ದು ಯಾವ ಅಡಿಯಲ್ಲಿ ಅಂತ ನನಗೆ ಅರ್ಥ ಆಗೋದಿಲ್ಲ. ಇಲ್ಲಿಯ ಜನಪ್ರತಿನಿಧಿ MLA ಇಲ್ಲಿ ಬಂದು ಅದನ್ನು ನೋಡಿ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ಪ್ರಾಜೆಕ್ಟ್ಗಳ ತಯಾರು ಮಾಡಿ ಒಂದೇ ಒಂದು ದಿವಸವಾದರೂ ಕೂಡ ನೀವು ವಿಧಾನಸಭೆಯಲ್ಲಿ ಇದರ ಬಗ್ಗೆ ಮಾತಾಡಿದ್ದೀರಾ? ನೀವು 5 ವರ್ಷ MLA ಆಗಿದ್ರಿ. ಒಂದು ದಿವಸ ಆದರೂ ಕೂಡ ನೀವು ಕೇರಳದ ಅಸೆಂಬ್ಲಿಯಲ್ಲಿ ನಮ್ಮ ಕಡಲ್ ಮಕ್ಕಳಿಗೋಸ್ಕರ ಒಂದೇ ಒಂದು ಧ್ವನಿ ಎತ್ತಿದ್ದೀರಾ? ನೀವು ನಿಮಗೆ ಆ ಒಂದೇ ಒಂದು ವಿಷಯವೂ ಕೂಡ ಧ್ವನಿ ಎತ್ತಲಿಕ್ಕೆ ಆಗದಿದ್ರೆ ಮತ್ತೆ ನೀವು ಇಲ್ಲಿ ನಾಚಿಕೆ ಇಟ್ಟುಕೊಂಡು ಬರಬಾರ್ದು ಅಂತ ಹೇಳಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಇನ್ನು ನೀವು ನಿಮ್ಮ ಸುಳ್ಳಿನ ಆಟಗಳು, ನಿಮ್ಮ ದಂಡುದೊರಡೆಗಳು ಇನ್ನು ಈ കടൽ മക്കൾ ನಿಮಗೆ ತೋರಿಸ್ತಾರೆ ಅಂತ ಕೂಡ ನಾನು ನಿಮಗೆ സൂചനಯನ್ನು ಕೊಟ್ಟು ನೀಡ್ತಾ ಇದ್ದೀನಿ. ಅದರೊಟ್ಟಿಗೆ മൂസോടി മുതൽ ഷിറിയ വരെയുള്ള തീരപ്രദേശത്ത് ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി നിർമ്മിക്കുക, കൃഷിനാശം ഉൾപ്പെടെയുള്ള നഷ്ടങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം അനുവദിക്കുക, വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നും അശ്വിനി മുന്നറിയിപ്പ് നൽകി. 100 കണക്കിന് സ്ത്രീകളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് BC റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കളക്ടറേറ്റിലേക്ക് നീങ്ങി. കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് ബി.ജെ.പി. നേതാക്കളും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. ശാരദാനഗർ തീരദേശ കർമ്മസമിതി പ്രസിഡന്റ് ശശികാന്ത് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രപ്പാടി, കുമ്പള മണ്ഡലം പ്രസിഡന്റ് B. വിക്രം പൈ, മത്സ്യത്തൊഴിലാളി നേതാവ് സുരേഷ് കീഴൂർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KP വത്സരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.